കല്യാണത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ശരിക്കും കല്യാണം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്തൊരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരിക്കും അല്ലേ ഒരാളുടെ ലൈഫിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ. വ്യത്യസ്ത ആൾക്കാർ, വ്യത്യസ്ത ചിന്താഗതിയുള്ള, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജീവിച്ച, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ പരസ്പരം കണ്ടുമുട്ടുന്നു. ആൻഡ് അവരൊരുമിച്ച് ഇനിയുള്ള ജീവിതകാലം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും ഇല്ലേ ഒരാളുടെ ലൈഫിൽ. എൻ്റെ കസിൻ ബ്രദർ നിതിൻ്റെയും റോസിയുടെയും വെഡ്ഡിങ് ആയിരുന്നു കഴിഞ്ഞ മാസം. റോസി ഫ്രം ഓസ്ട്രേലിയ ആൻഡ് നിതിൻ അറിയാലോ ഇവിടെ. ആ സമയത്ത് മൂപ്പർ എന്നെ വിളിച്ചിട്ട്, മൂപ്പര് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണം ഓൾറെഡി. എൻ്റെ കൂടെ തന്നെ ഫോട്ടോഗ്രാഫി പാഷനായിട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അതിൻ്റെ വർക്ക്സും കാര്യങ്ങളായിട്ട് മൂപ്പർ പോകുന്നുണ്ട്. ഞാൻ മൂപ്പരുടെ അക്കൗണ്ട് താഴെ മെൻഷൻ ചെയ്യാം, നിങ്ങൾ കയറിയിട്ട് നോക്കുക. അടിപൊളി വർക്ക്സ് നിങ്ങൾക്ക് അതിൽ ഓൾറെഡി കാണാൻ പറ്റും. ആൻഡ് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയിൻ്റ്, അദ്ദേഹം യൂസ് ചെയ്യുന്ന ക്യാമറ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ R5 Mark II ആണ്. അപ്പോൾ ഈ ക്യാമറയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിഗ്മയുടെ 24-70 2.8 എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്തപ്പോഴേ ഇതിൻ്റെ ഔട്ട് നമ്മുടെ എന്താ പറയുക വ്യൂ ഫൈൻഡറിലൂടെ, ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിലൂടെ കാണുമ്പോൾ എൻ്റെ അമ്മോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഈ എക്സ്പ്രഷൻ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതൊരു തവണ നിങ്ങൾ ഈ ക്യാനൻ്റെ ഔട്ട് കണ്ട് ശീലിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ട് ശീലിച്ചവരാണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ആ ക്യാമറയിലെടുത്ത R5 Mark II കുറച്ച് ഫോട്ടോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കണ്ടു നോക്ക്. രണ്ടുപേർക്കും നല്ലൊരു എന്താ പറയുക വിവാഹാശംസകൾ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആ ഫോട്ടോസ് ഒന്ന് കാണാം.